കൗമാരപ്രായത്തിൽ പ്രണയം തോന്നുന്നത് തെറ്റല്ല. ഒരു ആൺകുട്ടിക്ക് പെൺകുട്ടിയോടും പെൺകുട്ടിക്ക് ആൺകുട്ടിയോടു കൂടി പ്രണയം തോന്നാറുണ്ട്. അങ്ങനെ തോന്നിയില്ലെങ്കിൽ മാത്രമാണ് നമ്മളവരെ എന്തോ പോലെ കാണുന്നത്. പ്രണയം തോന്നുന്നതും പ്രണയിക്കുന്നതൊന്നും തെറ്റാണെന്ന് ഞാൻ പറയില്ല. പക്ഷെ അതിനുശേഷം അവർ നമ്മളെ ചതിക്കുമ്പോൾ അല്ലെങ്കിൽ അവർ നമ്മളെ വേണ്ട എന്ന് പറയുമ്പോൾ നമ്മൾ ആകെ ഉടഞ്ഞു പോകുന്ന ഒരവസ്ഥയിലാണ്. ഇങ്ങനെയുള്ള അവസ്ഥയിൽ കൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ അതിൽ നിന്നും മാറാനായിട്ട് പറ്റാതെ വളരെയധികം വിഷമിച്ചിരിക്കുകയാണെങ്കിലും ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. എൻ്റെ മുന്നിൽ ഒരു വർഷത്തിന് മുമ്പ് ഒരു രമ എന്ന് പറയുന്ന പെൺകുട്ടി വരികയുണ്ടായി. ഞാൻ കാര്യം അന്വേഷിച്ചു. എന്താണ് കുട്ടിയുടെ പ്രശ്നമെന്ന് ചോദിച്ചു. കുട്ടി ഓരോന്നായിട്ട് പറയാൻ തുടങ്ങി. പറയുന്നതിന് മുമ്പ് തന്നെ അവൾ കരയാൻ തുടങ്ങി. അവൾക്ക് ആരോഗ്യപരമായി അവൾ വളരെ ക്ഷീണതയായിരുന്നു. പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല, എന്ത് ചെയ്യണമെന്നറിയില്ല, മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങൾ അവൾ പറയാൻ തുടങ്ങി. എനിക്ക് മനസ്സിലായി കുട്ടി വളരെയധികം വീക്കാണെന്ന്. ഞാൻ NLP ടെക്നിക്ക് യൂസ് ചെയ്ത് കുട്ടിയുടെ ഭയം മാറ്റി. നിമിഷ നേരങ്ങൾക്ക് ശേഷം അവൾ എന്നോടൊരു പറഞ്ഞൊരു വാക്കുണ്ട്. ഞാൻ കോൺഫിഡൻ്റായി. ഇന്നിപ്പോൾ ഞാൻ തീരുമാനങ്ങൾ എടുക്കാൻ പോകുന്നുണ്ട്, പുതിയ തീരുമാനങ്ങൾ. അതിനുശേഷം ഞാൻ അവളോട് 21 ദിവസത്തെ ഒരു ചലഞ്ച് ചെയ്യാൻ പറഞ്ഞു. ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാൻ പറഞ്ഞു. അവൾ ഓരോന്നായി പടിപടിയായി ചെയ്യുകയുണ്ടായി. അവളിൽ മാറ്റം കണ്ടു തുടങ്ങി. അവൾ വളരെയധികം ഹാപ്പിയോടുകൂടി കോളേജിൽ പോകുന്നതും എല്ലാം എനിക്കത് തിരിച്ചറിയാനായിട്ട് പറ്റി. അവൾ ഒരു IAS ക്ലാസ് അറ്റൻഡ് ചെയ്തു. അതിനുശേഷം അവൾ ജീവിതത്തിൽ ഒരു വലിയൊരു തീരുമാനമെടുത്തു. ഞാൻ IAS അല്ലെങ്കിൽ IPS ഗ്രേഡിലുള്ള ജോലി നേടുമെന്ന്. അന്ന് എന്നോട് വന്ന് പറയുമ്പോൾ ഞാൻ ആലോചിച്ചത്, അന്ന് കരഞ്ഞുകൊണ്ടിരുന്നൊരു കുട്ടിക്ക് ആകെ കുറച്ച് ദിവസം കൊണ്ട് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെൽപ്പ് ചെയ്തപ്പോൾ അവൾ അവളുടെ തീരുമാനം തന്നെ മാറ്റി. അവൾ ജീവിതത്തിലോട്ട് തിരിച്ചു വന്നു. അവളും അവളുടെ വീട്ടുകാരും എല്ലാം ഹാപ്പിയിലോട്ടായി. ഇതുപോലെ നിങ്ങൾക്കും സമ്മർദ്ദങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇതാ നിങ്ങളുടെ മുമ്പിൽ ഒരു സുവർണാവസരം. 5 ദിവസത്തെ വാട്സപ്പ് ക്ലാസ് കൊണ്ട് നിങ്ങളുടെ മനസ്സുകളെ റീവെയർ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ആദ്യം ടേസ്റ്റ് ചെയ്യുന്ന 10 പേർക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എങ്ങനെ എഴുതണമെന്നും അതിൻ്റെ ടെംപ്ലേറ്റും ഫ്രീ ആയി കിട്ടുന്നുണ്ടായിരിക്കും. നിങ്ങൾ സമയം ചെലവഴിക്കാതെ അല്ലെങ്കിൽ രണ്ടാമതൊരു ആക്ഷൻ എടുക്കാനായിട്ട് ഒരുപാട് തീരുമാനങ്ങൾ വൈകിക്കുന്നതിന് മുമ്പായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന രജിസ്റ്റർ നൗ ബട്ടണിൽ ക്ലിക്ക് ചെയ്യൂ.